നഗരസഭയിൽ അതിശക്തമായ മത്സരമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് എമ്മിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന പാലാ നഗരസഭയിൽ ഇത്തവണ UDF പ്രതീക്ഷിച്ചതുപോലെ അതിശക്തമായ മത്സര സാധ്യതകൾ നിൽക്കുന്നു. അവിടെ വലിയ രീതിയിൽ പോകുന്നു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ AV ഗോപിനാഥ് തോറ്റു എന്ന ചില കണക്കുകൾ കൂടി വരുന്നുണ്ട്. അത് വ്യക്തത വരേണ്ടി വരും. AV ഗോപിനാഥ് തോറ്റെങ്കിൽ അത് ഇടതു പിന്തുണയിൽ അദ്ദേഹം പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മുൻ കോൺഗ്രസ് നേതാവ് മത്സരിച്ച ഇടമാണ്. അവിടെ AV ഗോപിനാഥ് തോറ്റു എന്ന കണക്കുകൾ വരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ആ നീക്കം. അത് കണക്കുകൾ നമുക്ക് പാലക്കാട് നിന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. തൃശ്ശൂരിൽ UDFന്റെ മുന്നേറ്റമുണ്ടാവുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിക്കുന്നതാണ്. ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. UDF അവരുടെ പരമ്പരാഗത മേഖലകളിൽ ജില്ലാ പഞ്ചായത്തുകളിൽ പ്രകടമാണ്. അത് ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഇത്തവണ UDF അവരുടെ സ്പേസിലേക്ക് തിരികെ കയറി വരുന്നു എന്നുകൂടിയാണ്. ഇപ്പോൾ കോർപ്പറേഷനിലെ കണക്ക് നോക്കുകയാണെങ്കിൽ കൊല്ലത്തും കണ്ണൂരിലും കൊല്ലത്തും കോഴിക്കോടും LDFന്റെ മുന്നേറ്റം തന്നെയാണ്. പ്രതീക്ഷ പോലെ തന്നെ കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. തിരുവനന്തപുരത്ത് ഇപ്പോഴും BJPയുടെ മുന്നേറ്റമാണ്. 20 എന്നായിരിക്കുകയാണ്. 20-12 എന്നുള്ളതാണ്. കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDFന്റെ. കൊച്ചിയിൽ ഇപ്പോൾ LDFന്റെ ലീഡാണ് കാണുന്നത്. UDFന് 15. കൊച്ചി കോർപ്പറേഷൻ LDF നിലനിർത്തുന്നു എന്ന രീതിയിലാണ്. തൃശ്ശൂരിൽ പക്ഷേ UDFന്റെ മുന്നേറ്റമാണ്. തൃശ്ശൂർ തിരിച്ചു പിടിക്കുന്നു. കോഴിക്കോട് LDFന്റെ മുന്നേറ്റം കോർപ്പറേഷനിൽ. കണ്ണൂരിൽ UDFും LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. എന്തായാലും കോർപ്പറേഷനുകളിൽ LDF കൊല്ലവും കോഴിക്കോടും ഉറപ്പിച്ചു. UDFും LDFും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു കണ്ണൂരിലും തൃശ്ശൂരിലും കൊച്ചിയിലും. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും NDA BJP വലിയ മുന്നേറ്റത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. തിരുവനന്തപുരത്ത് NDAയുടെ ലീഡ് ഇപ്പോഴും, അതേസമയം കൊച്ചിയിൽ LDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അല്ലേ? അതാണ് ചിത്രം. എന്തായാലും എറണാകുളത്ത് കൊച്ചി തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ ഭരണമാറ്റത്തിൻ്റെ കൃത്യമായ സൂചനകളുണ്ട്. അവകാശപ്പെടുന്നത് പോലെ BJP NDA ശക്തമായ മുന്നേറ്റം നടത്തുന്നു എന്ന സൂചനകളാണ് പൊതുവിൽ പുറത്തു വരുന്നത്. അത് ഈ ട്രെൻഡ് പ്രകടമാവുകയാണെങ്കിൽ ഉറപ്പാണ് തിരുവനന്തപുരം നഗരസഭാ ഭരണം അവരവകാശപ്പെടുന്നത് പോലെ NDA പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ആ രീതിയിൽ ട്രെൻഡ് പോകുന്നു. കൊല്ലത്ത് മാറ്റമില്ല, ഇടത് മുന്നേറ്റം തന്നെ. അതേസമയം കൊച്ചിയിൽ ഇപ്പോൾ LDFന്റെ ലീഡ് വരുന്നു.